ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മൾ ചീസി ലോഡഡ് വെജീസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ചീസി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാം. ഇച്ചിരി വെറൈറ്റിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മുറിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ബോയിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചായിട്ട് ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് ചെയ്യുന്ന പോലെ 2 തവണ ഫ്രൈ ആക്കണ്ട, ഒറ്റ തവണ തന്നെ ഇട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് വറുത്ത് മാറ്റാം. ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇടുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, സവോള എല്ലാം ചെറുതായിട്ട് അരിയണം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടണം. പിന്നെ ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, പിന്നെ സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് പിസ്സ സോസ് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സെസ്വാൻ സോസ് ആണെങ്കിലും ചേർക്കാം. പിന്നെ ഗ്രീൻ ചില്ലി സോസോ റെഡ് ചില്ലി സോസോ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ആവശ്യത്തിനുള്ളത് നമ്മൾ മിക്സാക്കി എടുത്താൽ മതി. അതിനനുസരിച്ചുള്ള സോസും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചീസ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രോസസ്ഡ് ചീസാണ് ചേർത്തേക്കുന്നത്. ഇതിൽ ആവശ്യത്തിനുള്ള ചെറിയൊരു ഉപ്പുണ്ട്, അതുകൊണ്ടാണ് വേറെ ഉപ്പൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് മിക്സാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കണം. ഇത് മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗൾ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഈ ബൗളിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് ഞാനിപ്പോൾ ഒരു ബൗളേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ ചീസ് വേണ്ടവർക്ക് ഇതിൽ ലെയറായിട്ട് ഇടുമ്പോഴൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറിലും ചീസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ചീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓവർ ആയാലും ഭയങ്കരമായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ചീസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചീസ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും പ്രോസസ്ഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ചേർത്താലും നല്ലതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മൈക്രോവേവ് ചെയ്യണം. 2 മിനിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ്, അത്രേ ഉള്ളൂ. ഇത് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒറിഗാനോവും പിരി പിരി മസാലയും ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ചേർത്ത് കൊടുത്തത്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു നോക്കാം. ചീസി ലോഡഡ് വെജീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്